अल्हम्दुलिल्लाह नहमदुहु व नअबुदुहु व नस्तगफिरुहु व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना व नशहदु अन ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व नशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। न खैरल कलामि कलामुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअह व कुल्ल बिदअतिन ज़लालह व कुल्ल ज़लालतिन फिन्नार। तक़ुल्लाह इबादल्लाह या अय्युहल्लज़ीना आमनु तक़ुल्लाह हक़्क़ तुक़ातिह व ला तमूतुन्न इल्ला व अंतुम मुस्लिमून। या अय्युहन्नास ऊसीकुम व इय्याया अव्वलन बितक़्वल्लाह। औज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। वलनब्लुवन्नकुम बिशैइन मिनल खौफि वल जु'i व नक़्सिन मिनल अम्वालि वल अन्फुसि वस्समरात व बश्शिरिस स्वाबिरीन अल्लज़ीना इज़ा असाबतहुम मुसीबतुन क़ालू इन्ना लिल्लाहि व इन्ना इलैहि राजिऊन। सदक़ल्लाहुल अलियुल अज़ीम। അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാസനകളും ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരമമായ കരുണാകടാക്ഷം നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠനങ്ങളിലും ശാസനകളിലും ശരീഅത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് അർ-റഹ്മത്ത്, രണ്ടാമത്തത് വൽ അദാല, കാരുണ്യവും അല്ലെങ്കിൽ അനുഗ്രഹവും നീതിയും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ വാക്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാസനകളിലും തിരുസുന്നത്തിലും എല്ലാം ഈ അദാലത്തും നീതിയും റഹ്മത്തും കാരുണ്യവും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം. ഇതിന് വിരുദ്ധമായ ഒന്നും ശരീഅത്തല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നീതിക്കും കാരുണ്യത്തിനും അനുഗ്രഹത്തിനും വിരുദ്ധമായ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുകയില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നമുക്ക് കാണുവാനും സാധിക്കില്ല. ഈ ഒരു ബോധം നമ്മളെല്ലാവരിലും ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ലോകം പടച്ചപ്പോൾ മനുഷ്യരാശിക്ക് വേണ്ടി എല്ലാവർക്കും ഒരുപോലെയാണ് വിഹിതങ്ങൾ, വിഭവങ്ങൾ ഒരുക്കി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്, വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദർനാഹു തഖ്ദീറ. അല്ലാഹു എല്ലാം സൃഷ്ടിക്കുകയും ഫഖദ്ദറഹു തഖ്ദീറ, വേണ്ട തരത്തിൽ ക്രമാനുഗതം അനുസരിച്ചുകൊണ്ട് എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന തരത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് അല്ലാഹു മനുഷ്യന് നൽകിയ വിഭവം സന്തുലിതമായ രീതിയിലായിരുന്നുവെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ഒരു പദപ്രയോഗമാണ് റിസ്ക് എന്നത്. റിസ്ക് എന്നതിന് സാധാരണ ഖുർആനിൽ ഭാഷാർത്ഥം എന്ന നിലയിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉപജീവനവുമായി കേന്ദ്രീകരിച്ചു കൊണ്ടാണ് റിസ്ക് എന്നുള്ള പദപ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൂചിപ്പിക്കുന്നത്. ഈ റിസ്കിൻ്റെ കാര്യത്തിലും എല്ലാവർക്കും ഒരുപോലെയാണ് അള്ളാഹു വിഭവം നൽകിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിൽ പറയുന്നത് നമുക്ക് കാണാം. സൂറ ബഖറ 29-ാമത്തെ ആയത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, അവനാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു പറയുന്നു. അതായത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും അതെങ്ങനെ വിതരണം ചെയ്യണമെന്നും അതിനെ എങ്ങനെ സൂക്ഷിക്കണമെന്നുമാണ് മനുഷ്യൻ സൂക്ഷിക്കേണ്ടത്. അവിടെയാണ് തഖ്വ പുലർത്തേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നത്, സഖറ ലക്കും, ഈ ഭൂമിയിലുള്ള മുഴുവനും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന രീതിയിലും ഖുർആൻ അത് പറയുന്നത് നമുക്ക് കാണാം. ഈ ആമുഖം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമുക്കറിയാം നമുക്കിടയിൽ ദാരിദ്ര്യമുള്ളവരുമുണ്ട്, ധനികരുമുള്ളവരുമുണ്ട്. ഇതിൻ്റെ ധനം കൊണ്ടും കെടുതി അനുഭവിക്കുന്ന, ദാരിദ്ര്യം കൊണ്ടും കെടുതി അനുഭവിക്കുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച പരിശുദ്ധ ഖുർആനിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ തിരുസുന്നത്തിലും ധാരാളം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഖുത്ബയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, സാധാരണ നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ ഫഖർ എന്ന് പറയുന്ന പദപ്രയോഗത്തെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരർത്ഥത്തിലേക്ക് മാത്രം ചുരുക്കിക്കെട്ടുന്നത് നമുക്ക് കാണാം. ആ തരത്തിലുള്ള ചർച്ചയാണ് കാണുന്നത്. ഫഖീർ ആവുക എന്നത് വളരെ മഹത്തരമായ ഒരു കാഴ്ചപ്പാടാണ് എന്ന തരത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടാവുകയും അതൊരു ജീവിത രീതിയായി മാറുകയും ചെയ്ത ഒരു സാഹചര്യം കൂടെയാണ് ഇന്നുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖറിനെ മറ്റൊരു അർത്ഥത്തിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദാരിദ്ര്യം എന്ന പദത്തിനേക്കാളും അപ്പുറം ഫഖറിന് പരിശുദ്ധ ഖുർആൻ 2 തരത്തിലുള്ള മാനങ്ങളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പദത്തെ നമ്മെ പരിചയപ്പെടുത്തി തരുന്നത്. സൂറ ഫാത്തിറിൽ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലയോ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ എന്ന് വിളിച്ചല്ല തുടങ്ങുന്നത്, പൊതുജനങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ഫഖീറാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഫഖർ അല്ലെങ്കിൽ ഫഖീർ എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ അർത്ഥമാക്കുന്നത് ആവശ്യക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാവരും അള്ളാഹുവിൽ ആശ്രിതരാണ്, അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്, അള്ളാഹുവിനെ ആലംബം നൽകേണ്ടവർ, കൊടുക്കേണ്ടവരാണ്, തേടേണ്ടവരാണ് എന്നുള്ള അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഫഖീർ എന്നുള്ള പദത്തെ ഉപയോഗിക്കുന്നത്. അതായത് മനുഷ്യരാശി മുഴുവനും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവനാണ്. ഹുവ സമദ്, അള്ളാഹു മാത്രമാണ് അള്ളാഹു സമദ്, ആരെയും ആശ്രയിക്കേണ്ടാത്ത, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ അള്ളാഹു മാത്രമാണ്. അതാരാണെങ്കിലും, ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും സമൂഹത്തിലെ ഏത് വ്യവസ്ഥയിൽപ്പെട്ടവനാണെങ്കിൽ പോലും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഫാത്തിറിലെ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവരും നമ്മൾ ഓരോരുത്തരും ഫഖീറാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ, അല്ലെങ്കിൽ അങ്ങനെ ആയി മാറണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ, തീരുമാനിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോഴുമെല്ലാം തവക്കുൽ അനിവാര്യമാണെന്നാണ് ഈ ഫഖീർ എന്ന പദം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്, നമ്മളോട് കൽപ്പിക്കുന്നത്. ഇത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തിയ ഒരു പ്രവാചകനെ, ഒരു റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ പദം ഉപയോഗിച്ചത് മൂസ അലൈഹിസ്സലാമാണ്. മൂസ അലൈഹിസ്സലാം സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്തിൽ മൂസ അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. പഠിച്ചവനെ, നീ എന്നിലേക്ക് എന്തൊക്കെ ഇറക്കാനും നന്മയിൽ നിന്ന് എന്തൊക്കെ എനിക്ക് ഇറക്കിത്തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെയും ആവശ്യക്കാരനാണ് പഠിച്ചവനെ എന്ന് മൂസ അലൈഹിസ്സലാം പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, മൂസ അലൈഹിസ്സലാം ഏത് സാഹചര്യത്തിലാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്? സ്വന്തം നാട്ടിൽ നിന്ന് ഒരു വധവുമായി ബന്ധപ്പെട്ട് ഒളിച്ചോടുകയും അതുവരെ ഒരു യുവരാജാവായി സർവ്വ ഐശ്വര്യത്തിലും സമ്പന്നതയിലും വളർന്ന കുടുംബക്കാരും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട്, ഒരു നിമിഷം കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് യാത്രയായി ഒരിടത്ത് വിശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് മൂസ അലൈഹിസ്സലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. പഠിച്ചോനെ, നീ എന്തൊക്കെ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നന്മയിൽ നിന്ന്, അതിൻ്റെ എല്ലാം ആവശ്യക്കാരാണ്, ഫഖീറാണ് റബ്ബേ എന്നാണ് മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. അതായത് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നോക്കുക, മൂസ അലൈഹിസ്സലാമിന് കുടുംബമുണ്ടാകുന്നുണ്ട്, മൂസ അലൈഹിസ്സലാമിന് സമ്പത്തുണ്ടാകുന്നുണ്ട്, 10 വർഷത്തേക്ക് ജോലി ഉണ്ടാകുന്നുണ്ട്, മക്കളുണ്ടാകുന്നുണ്ട്. പിന്നീട് നുബുവത്തിൻ്റെയും ബാക്കിയുള്ള സകലവിധ അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഇതിൻ്റെ ഫലമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ജീവിതത്തിൽ നഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ, അത് ഏത് മേഖലയിലുള്ളവരാണെങ്കിലും ശരി,
ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ദുഃഖങ്ങളും പലവിധ വേദനകളും അനുഭവിക്കുന്നവർ ഈ പ്രാർത്ഥന അനിവാര്യമായും പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ഈ പ്രാർത്ഥന വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. ഇവിടെ മുഹ്താജ്, ആവശ്യക്കാരൻ എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന തരത്തിൽ ഫഖറിനെ ദാരിദ്ര്യം എന്നുള്ള തരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഈ രണ്ടർത്ഥങ്ങളാണ്. ഒന്ന്, നമുക്കാവശ്യമായ, ഒരു മനുഷ്യനാവശ്യമായ സകലവിധ ആഡംബവും അത് അള്ളാഹുവാണെന്ന തരത്തിലുള്ള ആവശ്യം എന്നുള്ള തരത്തിൽ ഫഖറിനെ പരിചയപ്പെടുത്തുന്നു. രണ്ടാമത്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സാമൂഹ്യ അസമത്വത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന ദാരിദ്ര്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖീർ എന്നുള്ള പദം കൊണ്ട് പരിചയപ്പെടുത്തുന്നു. അതാണ് പൊതുവേ മുസ്ലിം സമൂഹത്തിലേറെയും ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ധാരാളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫഖീർ എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. സക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ച് പറയുന്ന സൂറ തൗബയിലെ ആയത്തിൽ പോലും ഇന്നമ സ്വദഖാത്ത് ലിൽ ഫുഖറ എന്ന് പറയുന്ന ആ ഫഖീറിൻ്റെ, ദാരിദ്ര്യമുള്ള ആളിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യത്തെയോ അല്ലെങ്കിൽ സമ്പത്തിനെയോ പരീക്ഷണമായിട്ടാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പല ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ മക്കളും നിങ്ങൾക്കുള്ള എല്ലാ സമ്പാദ്യങ്ങളും അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കരുതെന്ന് പറയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പറയാൻ കാരണം ഇതൊരു പരീക്ഷണമാണ് എന്ന തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഞാനിവിടെ ഓതി വെച്ച ആയത്തിൽ സൂറ ബഖറയിലെ 155, 156 ഈ രണ്ട് ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മുഴുവനും പലതരത്തിലുള്ള പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തുമെന്ന് നമ്മളോട് പറയുന്നത് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജുഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നാം നിങ്ങളെ വിശപ്പ് കൊണ്ടും ഭയം കൊണ്ടും സമ്പത്തിലെയും ശരീരത്തിൻ്റെയും മനുഷ്യവിഭവങ്ങളുടെയും അതുപോലെ തന്നെ ഫലങ്ങളുടെയും ഇതിൻ്റെ എല്ലാത്തിനെയും കുറവുകൾ കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് ഭയം കൊണ്ട് നമ്മെ പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് നമ്മെ പരീക്ഷിക്കും, നമ്മുടെ സമ്പത്തുകളിൽ ഇടിവുകൾ സംഭവിച്ചുകൊണ്ട്, നമ്മുടെ കൂടെയുള്ളവരെ പിടിച്ചെടുത്തുകൊണ്ട്, നമ്മുടെ കയ്യിൽ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളെ കുറച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ആയത്തിൽ തന്നെ പറയുന്നത് വബശ്ശിരിസ് സ്വാബിരീൻ, എന്നാൽ സ്വബർ പാലിക്കുന്നവർക്ക് നബിയെ താങ്കൾ സന്തോഷവർത്തമാനം അറിയിച്ചു കൊള്ളുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയതിനു ശേഷം പറയുന്നത്. കാരണം അങ്ങനെയുള്ളവർ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ഈ സ്വാബിറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്, അതായത് ക്ഷമ എന്ന് പറയുന്ന പദത്തെ, സ്വബറിനെ, അത് സ്വബർ പാലിക്കുന്നവരെ അല്ലാഹു വിശദീകരിക്കുന്നത് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുസീബത്ത്, പ്രയാസം, ബുദ്ധിമുട്ട്, വിപത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ പറയുന്നു ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ പറയും ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് മടങ്ങാനുമുള്ളവരാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതെല്ലാം ഒരു അമാനത്തായിട്ടും ഒരു ബലാ ആയിട്ടുമാണ്. നമുക്ക് തരുന്ന റഹ്മത്ത് അത് ബലാ ആയി, പരീക്ഷണമായി മാറുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നമുക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന ഓരോരോ നിഅമത്തുകളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നും നമ്മളെല്ലാവരും അക്കൗണ്ടബിൾ ആകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാൻ കാരണം അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലഭിക്കുന്ന അതാരാണെങ്കിലും നമ്മളുണ്ടാകുന്ന നഷ്ടങ്ങളും നമ്മളുണ്ടാകുന്ന പരീക്ഷണങ്ങളെയും ക്ഷമയോടെ, സ്വബറോടുകൂടി, തവക്കുലോടുകൂടി നേരിടുവാൻ ഒരു വിശ്വാസി കഴിയണം. ആ വിശ്വാസിയുടെ ഗുണമായിട്ടാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും പരിശുദ്ധ ഖുർആൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തിരുസുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ധനവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട് വിശദീകരിക്കുന്നുണ്ട്. അൽ മാലു മാലുല്ലാഹ് എന്നാണ്. ധനമെന്നത് അത് അള്ളാഹുവിൻ്റെ ധനമാണ്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹു തന്നതാണ്, അള്ളാഹുവിൻ്റെ അമാനത്താണ്, അള്ളാഹുവിൻ്റെ ബലാ ആണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹു എപ്പോൾ തീരുമാനിക്കുന്നു അത് തിരിച്ചെടുക്കാൻ അവന് കഴിയും. അതുകൊണ്ട് ആ വികാരം മനുഷ്യനുണ്ടാവണം എന്നതുകൊണ്ടാണ് വിശ്വാസിയുടെ ഗുണമായി അള്ളാഹു പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളിലുള്ളതൊന്നും നമ്മുടേതല്ല, അള്ളാഹു തന്നതാണ് എന്ന് പറയുന്ന ബോധം നമുക്കുണ്ടാവണമെന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ
നമുക്കിടയിലുണ്ടാകുന്ന ദാരിദ്ര്യം, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിക്കൊണ്ട് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ദാരിദ്ര്യം പലപ്പോഴും കുഫറിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പരാമർശിക്കുന്നത് നമുക്ക് കാണാം. കാരണം ഒരാളെ അള്ളാഹു പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇതുപോലെ സാമ്പത്തികമായ അയാളുടെ വിഭവങ്ങളിൽ കുറവ് വരുത്തുകയാണെങ്കിൽ ഉടനെ തന്നെ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയും അള്ളാഹുവിനെ പഴിക്കുകയും പിന്നീട് ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവാനും സാധ്യതയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. പടച്ചവനെ, ഞാൻ കുഫറിൽ നിന്നും ഫഖർ ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുഫറിനെയും ഫഖറിനെയും ഒന്നിച്ചാണ് ചേർത്ത് പറഞ്ഞത്. കാരണം നമ്മളുടെ ഈ ദാരിദ്ര്യാവസ്ഥ, പരീക്ഷണങ്ങളെ നേരിടാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ നേരെ കുഫറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ചവനെ സബ്ർ തവക്കുലും നീ എനിക്ക് തരണമേ എന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ പരിശുദ്ധ ഖുർആൻ ഇതെങ്ങനെ നമുക്കിടയിലുണ്ടാകുന്ന സാമ്പത്തിക അസമത്വങ്ങളെ എങ്ങനെ പരിഹരിക്കണമെന്നും പരിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. അത് പ്രധാനമായും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സക്കാത്തിലൂടെയും സ്വതക്കയിലൂടെയും ഒക്കെയാണ്. സക്കാത്ത് എന്ന് പറയുന്നത് ചാരിറ്റി എന്ന് പറയുന്ന പദത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പലപ്പോഴും അതിനൊരു സംഭാവന എന്ന തരത്തിലേക്ക് ചുരുക്കി കെട്ടിക്കൊണ്ട് അതിൻ്റെ മുഴുവൻ മഹിമയും എടുത്ത് കളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന എന്ന രീതിയിലാണ് പറയുന്നത്. സൂറ ബഖറയിലെ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുദു മിൻ അംവാലിഹിം സ്വദഖ തുതഹിറുഹും വ തുസ്ഖീഹിം ബിഹാ. അവരിൽ നിന്ന്, ധനികരിൽ നിന്ന് പണം പിടിച്ചെടുക്കാനാണ് പറയുന്നത്. അധികാരത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ആ വാക്ക് പറയുന്നത്. അതായത് അധികാരമുള്ള ഒരു സമൂഹത്തിൽ ധനികർ കൊടുക്കേണ്ടതല്ല, ധനികരിൽ നിന്ന് പിടിച്ചു വാങ്ങേണ്ടതാണ്. എന്തുകൊണ്ടാണ്, എന്തിനാണ് അത്? തുതഹിറുഹും, അവരെ ശുദ്ധീകരിക്കുവാനും തുസക്കീഹിം ബിഹാ, അവരെ സംസ്കരിക്കുവാനും വേണ്ടിയിട്ടാണ്. സക്കാത്ത് എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം സംസ്കരണമാണെന്ന് നമുക്കറിയാം. സക്കാത്ത് എന്ന് ഇസ്ലാം ഉപയോഗിക്കുമ്പോൾ സാമ്പത്തിക മേഖലയിലൂടെ, സംസ്കരണത്തിലൂടെ വ്യക്തിപരമായ ശുദ്ധീകരണത്തെയാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിൽ ഒരു സമ്പത്തുള്ള ഒരാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് അത് പാവങ്ങളിലേക്ക് ഒഴുകേണ്ടതാണ് എന്നാണ് സൂറ തൗബയിലെ അതുമായി ബന്ധപ്പെട്ട ആയത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അതുപോലെയാണ് സ്വതക്കയും കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനും വിശദമായി തന്നെ ചർച്ചയിൽ നമുക്ക് കാണാം. മക്കൻ കാലഘട്ടത്തിൽ സ്വതക്ക ഫർളായിരുന്നു. കാരണം സക്കാത്ത് എന്നത് മദീനയിലെ കാലഘട്ടത്തിലാണ് ഫർളായത്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും നൽകേണ്ട ഫർളായ കാര്യമായിട്ടാണ് സ്വതക്കയെ മക്കൻ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. പിന്നീട് മദീനയിലേക്ക് എത്തുകയും സ്വതന്ത്രമായ ഒരു ഭരണം കയ്യിൽ വരികയും ചെയ്തപ്പോൾ, അധികാരം ചെലുത്താൻ പറ്റുന്ന സാഹചര്യം രൂപപ്പെട്ടപ്പോഴാണ് സക്കാത്ത് അവിടെ നിർബന്ധമായത്. ഈ രണ്ട് രീതികളിലും കൂടെ സമൂഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വിശ്വാസി സമൂഹത്തിന് കഴിയണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സമ്പത്ത് ധനികരിൽ നിന്ന് ദരിദ്രരിലേക്ക് ഒഴുകണമെന്നും, അതായത് കുത്തക മുതലാളിമാരായ ഒരു വിഭാഗം അവരെന്നും പണക്കാരായി മാറുകയും ദരിദ്രരായ ഒരു വിഭാഗം ദരിദ്രരായും അല്ലെങ്കിൽ താഴോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട്. പക്ഷേ ഇസ്ലാം അതല്ല നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കൈലാ യകൂന ദൂലത്തൻ ബൈനൽ അഗ്നിയ മിൻകും. നിങ്ങൾക്കിടയിലെ ധനികർക്കിടയിൽ മാത്രം സമ്പത്ത് കറങ്ങാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സാമ്പത്തിക വ്യവസ്ഥ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ധനികരിൽ നിന്ന് ദരിദ്രരിലേക്ക് ഒഴുകേണ്ട, അവരുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കേണ്ട, അതല്ല എങ്കിൽ തങ്ങളുടെ ഈമാനിന് പൂർണ്ണത വരില്ല എന്ന് മനസ്സിലാക്കേണ്ട വിശ്വാസിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ധനികർക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഈ ആയത്തിനെ മനസ്സിലാക്കണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. കാരണം ദരിദ്രർ അല്ലെങ്കിൽ സമ്പത്തില്ലാത്തവരുടെ അവർക്കുള്ള ഔദാര്യമല്ല സക്കാത്തും സ്വതക്കയും ഒന്നും. ഇസ്ലാം അവർക്കുള്ള അവകാശമായിട്ടാണ് പഠിപ്പിക്കുന്നത്. സൂറത്തു ദാരിയാത്തിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. ധനികരുടെ ധനത്തിൽ ചോദിച്ചു വരുന്നവർക്കും മഹ്റൂമിനും
അവകാശമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ചോദിച്ചു വരാൻ നിർബന്ധിതരായവരെയാണ് സായിൽ എന്ന് പറയുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം യാചനയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, യാചനയെ ഹറാമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ചോദിക്കേണ്ടി വരുന്ന സാഹചര്യമുള്ളവരുണ്ടല്ലോ, അവർക്ക് അവകാശപ്പെട്ടവരാണ് നിങ്ങളുടെ സമ്പത്തിലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. രണ്ടാമത് മഹ്റൂം എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കുന്നത്. മഹ്റൂം എന്ന് പറയുന്നത് അന്തസ്സ് കാരണം ചോദിക്കാൻ മടിക്കുകയും എന്നാൽ ആ സമ്പത്തിന് അത്യാവശ്യമായ ആവശ്യമുള്ള വിഭാഗത്തെയാണ് മഹ്റൂം എന്ന് പറയുന്ന പദം. അവരെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? അവരെ തിരിച്ചറിയേണ്ടത് വിശ്വാസിയുടെ കടമയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ് എന്ന് പഠിപ്പിച്ചത്. അൽ മുസ്ലിമും അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണെന്ന് പഠിപ്പിച്ചത് തൻ്റെ കൂടെയുള്ളവൻ്റെ സുഖവും ദുഃഖവും കണ്ടറിയാൻ തൻ്റെ സുഹൃത്തിന്, തൻ്റെ സഹപ്രവർത്തകന്, തൻ്റെ കുടുംബക്കാരന് മനസ്സിലാവണം, അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മഹ്റൂം ആര്, മിസ്കീൻ ആര്, ഫക്കീർ ആര് എന്ന് നേരിട്ടറിയാൻ അനുഭവമുള്ള വിവരമുള്ള വിശ്വാസികളായി മാറുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ധാരാളം ചെറിയ മക്കൾ സൂറത്തുകൾ എടുത്ത് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദീനിനെ തള്ളിക്കളയുന്നവരാരാ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ തള്ളിക്കളയുന്നവർ ആരാണ്? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, യതീമിനെ ആട്ടി ഓടിക്കുന്നവനാണ്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, മിസ്കീനിൻ്റെ ഭക്ഷണത്തിന് പ്രേരിപ്പിക്കാത്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉപയോഗിച്ചത് മിസ്കീനിൻ്റെ ഭക്ഷണം എന്നാണ്, മിസ്കീനിനുള്ള ഭക്ഷണം എന്നല്ല, മിസ്കീനിന് അവകാശപ്പെട്ട ഭക്ഷണത്തിന് പ്രേരിപ്പിക്കാത്തവനെന്നാണ്. സൂറത്തുൽ മാഊനിലെ അതേ സൂറത്തിൽ തന്നെ അവസാനം പറയുന്നുണ്ട്, യംനഊനൽ മാഊൻ, ചെറിയ ചെറിയ സഹായങ്ങൾ തടയുകയും പോലും ചെയ്യുന്നവർ, നിസ്കാരക്കാരായിരിക്കാം അവർ. ഫവൈലുൽ മുസല്ലീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമസ്കരിക്കുന്നവർക്ക് നാശം. എന്നിട്ട് അവസാനം പറയുന്നു വയംനഊനൽ മാഊൻ, ചെറിയ ചെറിയ സഹായങ്ങൾ തടയുകയും ചെയ്യുന്ന, എന്നാൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവർക്ക് നാശം. അതായത് നമ്മുടെ ഇബാദത്തുകൾ, ആരാധനകൾ ചെയ്തതുകൊണ്ട് ഒരു വിശ്വാസിയാവാൻ നമുക്ക് കഴിയില്ല. ഈ പറഞ്ഞതുപോലെ യത്തീമിനെ ആട്ടി ഓടിക്കുന്ന, ചോദിച്ചു വരുന്നവനെ തെറിവിളിച്ച് അകറ്റിക്കളയുന്ന, യത്തീമിൻ്റെ അല്ലെങ്കിൽ മിസ്കിനിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ അതിന് പറഞ്ഞു കൊടുക്കുകയോ അതിനു വേണ്ടി പണിയെടുക്കുകയോ ചെയ്യാത്ത, ചെറിയ ചെറിയ സഹായങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന, ചെയ്യുന്നവരെ തടയുന്നവൻ, അവൻ ദീനിനെ തള്ളിക്കളയുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഊനിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ബലദിൽ ഫലഖ്തഹമൽ അഖബ, മലമ്പാത കയറുന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ വഴിത്താര എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതല്ല. മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്നത് ആ പരനെക്കുറിച്ച്, അവരനെക്കുറിച്ച്, തൻ്റെ കൂടെയുള്ളവരെക്കുറിച്ച്, അയൽപ്പക്കത്തെക്കുറിച്ച് ചിന്തിക്കാത്തവന് മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ മലമ്പാത കയറുന്നതിനോട് അല്ലാഹു സമീകരിക്കുന്നത്. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ, ഈ മലമ്പാത കയറുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഖു റഖബ, അടിമമോചനമാണ്. തൻ്റെ കൂടെയുള്ള ജീവിതം തന്നെ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യന്മാരെ മോചിപ്പിക്കുക എന്നതാണ്. നമുക്കറിയാം ഇക്കാലങ്ങളിൽ അടിമ സംവിധാനമില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ ആ ഒരു ആയത്തിനെ വിശദീകരിക്കുന്നത്, ഇന്ന് കൊടും കടക്കണിയിലുള്ള സഹോദരന്മാരെ അതിൽ നിന്ന് മോചിപ്പിക്കലാണ് അടിമമോചനത്തിൻ്റെ ആശയമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നത് ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്അബ, അല്ലെങ്കിൽ പ്രയാസമുള്ള കാലഘട്ടങ്ങളിൽ ഭക്ഷണം കൊടുക്കലാണ്. അല്ലെങ്കിൽ പറയുന്നത് യത്തീമൻ ദാ മഖ്റബ, തൻ്റെ കുടുംബക്കാരായ യത്തീമിനെ സംരക്ഷിക്കലാണ്. ഔ മിസ്കീനൻ ദാ മത്റബ, മണ്ണോടൊട്ടിപ്പോയ, ഒന്നുമില്ലാതായിപ്പോയ മിസ്കീനിനെ സംരക്ഷിക്കലാണ്. അതാണ് ഇസ്ലാമിൻ്റെ ദീനിൻ്റെ വഴി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. ഈ തരങ്ങളിലൂടെ, സക്കാത്തിലൂടെ, സ്വതക്കകളിലൂടെ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിലെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കേണ്ടത്, ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കേണ്ടത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്നാണ്. പടച്ചവനെ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് തരണമേ, അതേപോലെ തന്നെ പരലോകത്തിലും നീ ഞങ്ങൾക്ക് ഹസനത്ത് തരണമേ. അതിൻ്റെ ഭാഗമായി വഖിന അദാബന്നാർ, ഈ ഹസനത്ത് തരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാവരുത്,
ആർഭാടങ്ങൾ ഉണ്ടാവരുത്, അതിര് കവിയലുണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതെ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്നും കൂടി പ്രാർത്ഥിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നത്. ഓരോ വിശ്വാസിയും ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ പണിയെടുക്കണം. ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ പോലും അതിനെ കവർ ചെയ്യാൻ, അതിനെ നേരിടാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൈദാ ഫറഗ്ത ഫൻസബ് വ ഇലാ റബ്ബിക ഫർഗബ്. ഇത്രയും പണിയെടുക്കുവാൻ കൽപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥം വേറെ എവിടെയാണുള്ളത്? നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അടുത്തതിലേക്ക് ചെന്ന് ചേരുക, അടുത്ത പണിയെടുക്കുക, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുക. സൂറ ജുമാ ദിവസവുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ആശയം പറയുന്നത് കാണാം. വൈദാ നൂദിയ ഇല സ്വലാത്തി മിൻ യൗമിൽ ജുമാ ഫസൗ ഇലാ ദിക്രില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജുമാ ദിവസത്തിൻ്റെ ബാങ്ക് വിളി കേട്ടാൽ നിങ്ങൾ പെട്ടെന്ന് അള്ളാഹുലേക്ക് എടുക്കുകയും അള്ളാഹു ദിക്ർ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് പറയുന്നു, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത് ഫന്തശിറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇനി നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കരുത്, പോയി പണിയെടുക്കാനാണ് പറയുന്നത്. അതിൻ്റെ കൂടെ അള്ളാഹുവിൽ നിന്ന് ഫദ്ൽ, അള്ളാഹുവിൻ്റെ ഔദാര്യം, ശ്രേഷ്ഠത നിങ്ങൾ കാംക്ഷിച്ചു കൊള്ളുക, ആഗ്രഹിച്ചു കൊള്ളുക എന്നാണ്. അതിൻ്റെ കൂടെ തന്നെ അള്ളാഹുവിൽ നിങ്ങൾ ദിക്ർ കൂടുതൽ ചെയ്യുകയും ചെയ്യുക എന്നാണ്. പണിയെടുക്കുന്ന മേഖലയിലും ദിക്ർ ഉണ്ടാവുക. നിങ്ങൾ ആരാധനയിൽ മാത്രമല്ല ഇരിക്കേണ്ടത്, നമസ്കാരം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജുമാ നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പാടില്ല, പോയി പണി തുടരുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ജുമാ ദിവസം ജുമാ ഖുത്ബയ്ക്ക് ശേഷം കൂടുതൽ പണി ചെയ്യുന്നത് പുണ്യമായി കരുതിയതായി നമുക്ക് ചില ഗ്രന്ഥങ്ങളിലും കാണാം. ഈ തരത്തിൽ ഒരു വിശ്വാസി നിരന്തരം പണിയെടുത്തുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് പണിയിൽ നിന്ന് യാതൊരു മുടക്കവും ചെയ്യാതെ ജോലി ചെയ്തുകൊണ്ട് അയാളുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്കെന്തെങ്കിലും തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിൻ്റെ വീട്ടിൽ എന്താണുള്ളത്? വീട്ടിലൊരു വസ്ത്രമോ ഒരു പാത്രമോ മറ്റമേ ഉള്ളൂ, അതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബികൾക്കിടയിൽ ലേലം വിളിച്ചു. ഇത് വളരെ പഴകിയതാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഇടപെടൽ കണ്ടുകൊണ്ട് സഹാബികൾ അത് മനസ്സിലാക്കുകയും ചിലർ 2 ദിർഹത്തിന് അത് വാങ്ങുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ദിർഹവും ഈ മനുഷ്യന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, 1 ദിർഹം നിൻ്റെ കുടുംബത്തിലേക്ക് ആവശ്യമായ ഭക്ഷണവും സാധനവും മറ്റും വാങ്ങുക, 1 ദിർഹം നീ ഒരു കോടാലി വാങ്ങുക, എന്നിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം നീ എന്നെ കാണാൻ വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം വരുന്നു, ധാരാളം പണവുമായിട്ടാണ് വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ആ സഹാബി പറയുന്നത്, ഇതിലെ പകുതി ഞാൻ എൻ്റെ കുടുംബത്തിന് ആവശ്യമായി, ബാക്കി മിച്ചമുള്ള പൈസ എൻ്റെ കയ്യിലുമുണ്ട്. ഇതാണ് ഇസ്ലാമിൻ്റെ രീതി. യാചനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതിനേക്കാളും അപ്പുറം ഒരു ജനതയെ, മനുഷ്യനെ സ്വന്തം കാലിൽ നിർത്താൻ പ്രേരിപ്പിക്കുക എന്നാണ് ഇസ്ലാമിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം എന്നത് നീക്കം ചെയ്യുകയും അവിടെ എല്ലാവരെയും ഒരുപോലെ നിൽക്കാൻ കഴിയുന്ന ഉപജീവന മാർഗങ്ങളിലൂടെ അതിന് വഴികൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം, ധനികർക്ക് ധാരാളം പുണ്യങ്ങൾ ചെയ്യാൻ പറ്റും, ദരിദ്രർക്ക് പലതും ചെയ്യാൻ കഴിയില്ല. സക്കാത്ത് ധനമുള്ളവനെ ചെയ്യാൻ കഴിയുള്ളൂ, ഹജ്ജും ധനമുള്ളവനെ ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുണ്ടായപ്പോൾ ചില സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അടുത്ത് വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു, നബിയെ, ദഹബൽ അഹ്ലു ദുബൂർ ബിൽ ഉജൂർ. ഈ ധനമുള്ളവർ എല്ലാ പുണ്യങ്ങളും കൊണ്ടുപോവുകയാണല്ലോ. യുസല്ലൂന കമാൻ യുസല്ലി, അവർ ഞങ്ങൾ നിസ്കരിക്കുക പോലെ നിസ്കരിക്കുന്നുണ്ട്. യസുമൂന കമാൻ നസൂം, അവർ ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെയൊക്കെയും നോമ്പെടുക്കുന്നുണ്ട്. പക്ഷേ ഉള്ള സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചുകൊണ്ട് കൂടുതൽ പുണ്യങ്ങൾ അവർ വാരുകയാണല്ലോ, ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണല്ലോ എന്ന രീതിയിലാണ് സഹാബത്തുകൾ, ഈ പാവങ്ങളായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനല്ല, നിങ്ങൾക്കുമുണ്ട്, അള്ളാഹു ആ തരത്തിൽ നിങ്ങൾക്കുമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുള്ള പുണ്യമായി എന്ന് പറഞ്ഞത്, ഇന്ന ബിക്കുല്ലി തസ്ബീഹത്തിൻ സ്വദഖ, നമ്മൾ ചെല്ലുന്ന ഓരോ സുബ്ഹാനല്ലാഹിലും സ്വദഖയാണ്, അള്ളാഹു പുണ്യമായി സ്വീകരിക്കും. വബിക്കുല്ലി തക്ബീറത്തിൻ സ്വദഖ, നമ്മളുടെ തക്ബീറുകളിൽ സ്വദഖകളുണ്ട്, അല്ലാഹു അക്ബറിൽ സ്വദഖകളുണ്ട്. വബിക്കുല്ലി തഹ്ലീലത്തിൻ സ്വദഖ, നമ്മളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റിലും സ്വദഖയുണ്ട്. വബിക്കുല്ലി തഹ്മീദത്തിൻ സ്വദഖ, അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ എണ്ണുന്ന സ്വദഖയിലും അതിലും സ്വദഖകളുണ്ട്. വഅംറു ബിൽ മഅറൂഫി സ്വദഖ വനഹി അനിൽ മുൻകർ സ്വദഖ, നാട്ടുകാരെ നന്മ ചെയ്യുവാൻ കൽപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് തടയുന്നതും സ്വദഖയാണ്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്ന് മാത്രമല്ല, ഫഫി ബുഅദി അഹദിക്കും സ്വതക്ക, നിങ്ങൾ നല്ല ദാമ്പത്യ ബന്ധം പുലർത്തുന്നത് പോലും സ്വതക്കയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സമ്പത്തുള്ളവരുടെ പോക്ക് കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. പാവങ്ങളായ എല്ലാവർക്കും അള്ളാഹു ഒരുപോലെ സ്വീകരിക്കുന്നതാണ്. എല്ലാവരുടെയും പ്രവർത്തനങ്ങളും എല്ലാവരുടെയും ഹൃദയവുമാണ് അള്ളാഹു നോക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിടയിലുള്ള പ്രയാസമുള്ളവരെ കണ്ടെത്തുവാനും അവരുടെ പ്രയാസം ദൂരീകരിക്കുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാവർക്കും കഴിയണം. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസായിറിൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.